ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ആൻറ്റിഡിപ്രസൻറ്റ് ഡ്രഗാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്, അധികം ഒന്നും പറയാനില്ല. എങ്ങനെയാണ് ഡിപ്രഷൻ വരിക, ഈവൻ ദോ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം വന്നാലോ, ഇല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോവുകയോ, അല്ലെങ്കിൽ അതൊക്കെയാണ് കാരണം. സിംറ്റംസ് ഒരുപാടുണ്ട്. നമ്മൾ അജിറ്റേഷൻ ഉണ്ടാവുക, നമുക്ക് ആഹാരം കഴിക്കാൻ തോന്നാതാവുക, നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കാൻ തോന്നാതാവുക, വെയിറ്റ് ലോസ് ആവുക, നന്നായിട്ട് ഉറങ്ങിപ്പോവുക അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുക, ഇൻസോംനിയ വരിക എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് മാത്രമേ ജസ്റ്റ് പറയുന്നുള്ളൂ. ഡെയിലി ഫങ്ഷൻസ് ചെയ്യാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഡിപ്രഷൻ വരികയാണെങ്കിൽ അവരുടെ ബ്രെയിനിൽ നടക്കുന്ന കാര്യം എന്താണ്? അതായത് ഡിക്രീസ് ദ ലെവൽ ഓഫ് ഡോപ്പമിൻ ആൻഡ് 5-HT ആണ് ബേസിക് ആയിട്ട് പറയുന്ന പ്രിൻസിപ്പിൾ. എന്താണ്? ഡോപ്പമിനും 5-HTയും ബ്രെയിനിൽ കുറയുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ വന്ന് എന്തൊക്കെ സംഭവിക്കും? നമുക്ക് ഹോപ്പ്നെസ് ഉണ്ടാവും, നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല, നമുക്ക് വെയിറ്റ് ലോസ് വരിക, ഉറക്കമില്ലാണ്ട് വരിക. ഇതൊക്കെ ചുമ്മാ ബേസിക് കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യം വരില്ല, കുറച്ച് ഗ്യാസ് തള്ളാനുള്ള കുറച്ച് കാര്യമാണ്. സോ നെക്സ്റ്റ് വൺ സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. സോ നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് ഈ ഒരു ഡയഗ്രാം നോക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. കാര്യം അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. സോ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഡോപ്പമിൻ ആൻഡ് 5-HT ആണ് കുറയുക. സോ അതിനെ കൂട്ടാനായിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. അപ്പോൾ അതൊന്നും മനസ്സിൽ നിന്ന് ഇപ്പോഴതങ്ങ് പതിപ്പിച്ചങ്ങ് വെക്കുക കേട്ടോ. സോ നമുക്ക് 3 മോണോ അമിനർജിക് ന്യൂറോൺസ് ആണ് ബ്രെയിനിലുള്ളത്. നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 3 മോണോ അമിനർജിക് ന്യൂറോൺസ് ആണ്. അതുള്ളത് കൊണ്ടാണ് നമുക്ക് മൂഡ് നന്നായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ നോക്കാം. ദീസ് ആർ 5-HT ആണ് വിച്ച് യൂസ് സെറോട്ടോണിൻ ആസ് ദർ ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ സെറോട്ടോണിൻ ആണ് അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ. നെക്സ്റ്റ് വൺ ഈസ് നോർ എപ്പിനെർജിക് ന്യൂറോൺസ് ആണ്. സോ വിച്ച് യൂസ് നോർ എപ്പിനെഫ്രിൻ ആസ് ദർ ന്യൂറോ ട്രാൻസ്മിറ്റർ. നെക്സ്റ്റ് വൺ ഈസ് ഡോപ്പമിനർജിക് ന്യൂറോൺസ് ആണ് വിച്ച് യൂസ് ഡോപ്പമിൻ ആസ് ദർ ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഒന്ന് ഏതൊക്കെയാണ്? സെറോട്ടോണിൻ ഫോർ 5-HT, നെക്സ്റ്റ് വരുന്നത് നോർ എപ്പിനെഫ്രിൻ ഫോർ നോർ എപ്പിനെർഫിക് ന്യൂറോൺസ് ആൻഡ് ഡോപ്പമിൻ ഫോർ ഡോപ്പമിനർജിക് ന്യൂറോൺസ്. സോ 3 കേട്ടോ. So neurotransmitters can attach to a receptor on the same cell and they release from and affect the activity of that cell. These presynaptic receptors act as a autoreceptors. They recognize when a sufficient amount of neurotransmitter is present in synapse and inhibit the further release of the blockades. The receptor will keep the brake from functioning, allow enhanced release of the neurotransmitter operating as a brake. This work as a negative feedback system that regulates the amount of neurotransmitter in the synapse. If the presynaptic receptor neuron transmitter, the receptor can be blocked by an agent that occupies the receptor site but does not act the site. That prevent the normal neurotransmitter from doing what is usual does. ഇപ്പോൾ വായിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായിക്കോളൂ, എന്ന് പറഞ്ഞുതരാം. അതായത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അതേ സെല്ല്, അതായത് അതേ കോശത്തിൽ റിസപ്റ്റേഴ്സുമായിട്ട് വന്ന് എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ആയിട്ടിരിക്കുന്നു. അത് മനസ്സിലായോ? അതാണ് ഫസ്റ്റ് ലൈൻ പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ കൻ അറ്റാച്ച് ടു റിസപ്റ്റർ ഇൻ ദ സെയിം സെൽ ആൻഡ് ദേ വിയർ റിലീസ്ഡ് ആൻഡ് ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ദ സെല്ല്. അതെന്താണ്? അവിടെ നിന്ന് ആ കോശത്തിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യുന്നു? അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? റിസപ്റ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, റിസപ്റ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, അങ്ങനെ സെല്ലിൻ്റെ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. ദീസ് പ്രീ സിനാപ്റ്റിക് റിസപ്റ്റേഴ്സ് ക്യാൻ ആക്ട് എസ് എ ഓട്ടോ റിസപ്റ്റർ. സോ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എന്താവുന്നു? ഒരു ഓട്ടോ റിസപ്റ്ററായിട്ട് മാറുന്നു. ദേ റെക്കഗ്നൈസ് വെൻ എ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സിനാപ്സ് ആൻഡ് ഇൻഹിബിറ്റ് ഫർദർ release of the blockade. The receptor will keep the brake from functioning, allowing enhanced release of the neurotransmitter, opening as a brake. അതായത് എപ്പോഴാണോ ആവശ്യത്തിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്സിൽ ഉണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നത്, ആ സമയത്ത് ഫർദർ റിലീസ് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. അതായത് ഒരു ഓട്ടോമാറ്റിക് ബ്രേക്ക് ഇടില്ലേ, അതുപോലെ അവർ ബ്രേക്ക് ചെയ്യുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രമേ പിന്നെ അത് എടുക്കത്തുള്ളൂ. ദിസ് വർക്ക് ആസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അതായത് നമ്മളൊരു ചെമ്പിനകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. വെള്ളം നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പയ്യെ ടാപ്പ് ക്ലോസ് ചെയ്യുന്നു. ആ ഒരു പരിപാടി തന്നെ. സോ ഇതെന്ത് ചെയ്തു? ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. ദാറ്റ് റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ സിനാപ്സ്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മര്യാദയ്ക്ക് വരേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് റെഗുലേഷൻ നടക്കുന്നു. ഈ പോയിന്റാണ്. ദ റിസപ്റ്റർ ക്യാൻ ബി ബ്ലോക്ക്ഡ് ബൈ എൻ ഏജന്റ് ദാറ്റ് ഓക്യുപ്പൈസ് ദ റിസപ്റ്റർ സൈറ്റ് ബട്ട് ഡസ് നോട്ട് ആക്ട് ഓൺ ദ സൈറ്റ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ റിസപ്റ്റേഴ്സിന്
എന്ത് ചെയ്യാം, ഏതെങ്കിലും ഏജൻറ്റ് കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യിപ്പിക്കാം. ദിസ് പ്രിവെൻറ്റ് ദ നോർമൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഫ്രം ഡൂയിങ് വാട്ട് ഇറ്റ് യൂഷ്വലി ഡസ്. അപ്പോൾ നോർമലി എങ്ങനെയാണോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചെയ്യുന്നത് ആ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു എന്താണ് ഈ ഓട്ടോ റിസപ്റ്റർ ആക്ടിവിറ്റി ഇല്ലേ, അല്ലെങ്കിൽ ഈ സെല്ലിൽ തന്നെ വന്നിട്ടിരുന്നു ഈ അഫക്റ്റ് ചെയ്യുന്ന രീതിയില്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ എക്സ്ട്രാ ഒന്ന് മനസ്സിലാക്കിക്കോളാം. അതായത് ഒരു റിസപ്റ്റർ ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, വന്ന് അറ്റാച്ച് ചെയ്യുന്നു, അധികമായി കഴിയുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ബ്രേക്ക് വരുന്നു. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊരു എന്താണ്, അതായത് നമ്മൾ സെൽഫായിട്ട് തന്നെ നമ്മളെ ബോർഡ് തന്നെ ഒരു സെൽഫായിട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയാണ് സംഭവം നടക്കുന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സിമ്പിളാണ്. സോ നെക്സ്റ്റ് ഇസ് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് മാവോ എ ഉണ്ട്, മോക്ലോബെർമൈഡ്, ഈ പേര് പറയാൻ തന്നെ മെനക്കെട്ട പരിപാടി കേട്ടോ, ക്ലോർഗൈറിൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്, SSRIs ആണ്. ഫ്ലൂക്സെൻറ്റൈൽ, ഫ്ലൂവോക്സാമൈൻ, പാരക്സെൻറ്റൈൻ, സെർട്ടാലൈൻ, സിറ്റാപ്രിലാം, പിന്നെ എസ്കിട്രുളപ്രാം ആൻഡ് ഡോക്സാപെൻറ്റൈൻ. നെക്സ്റ്റ് വൺ ഈസ് ഇതിൽ അറ്റിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട് കേട്ടോ. സോ ട്രെസോഡോൺ, മിലാൻസെറിൻ, മിർട്ടാസപ്പൈൻ, ബുപ്രോപ്പോയിൻ ആൻഡ് ടയാൻഡാപെൻറ്റൈൻ ആൻഡ് അമിപെൻറ്റൈൻ, അറ്റോമെക്സെറ്റൈൻ. സോ നെക്സ്റ്റ് വൺ ഈസ് സെറോട്ടോണിൻ ആൻഡ് നോൺ അഡ്രിനൽ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്, വെനലഫക്സൈൻ, ഡുലോസെൻറ്റൈൻ. നെക്സ്റ്റ് വൺ ഈസ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് എടുത്തു ചോദിക്കാറുണ്ട്. സോ പ്രിഡോമിനൻ്റ്ലി റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്, ഡെസിപ്രാമൈൻ, നോർട്രിപ്റ്റൈൻ, അമോക്സപ്പൈൻ ആൻഡ് റബോക്സറ്റൈൻ. സോ നെക്സ്റ്റ് വൺ ഈസ് Na+5-HT റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്, ഇമിപ്രാമൈൻ, അമിട്രിപ്റ്റിലിൻ, മൈപ്രാമൈൻ, ഡോക്സാപൈൻ, ഡോഎത്തിപൈൻ ആൻഡ് ക്ലോമിപ്രമൈൻ. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ മറ്റേ ആദ്യം കാണിച്ച ആ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം കൂടെ കാണുവാണെങ്കിൽ അടിപൊളിയായിട്ട് കാര്യം മനസ്സിലാവും. ഈ ഡ്രഗ് പഠിക്കുക ഇച്ചിരി പാടാണ്, പ്രൊണൗൺസ് ചെയ്യാനും പാടാണ്, മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് മെക്കാനിസം എന്നും ക്ലാസിഫിക്കേഷൻ എന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്കിനി ഓരോ ഡ്രഗുകളായിട്ട് നോക്കാം. സോ ബേസിക്കലി ആൻറ്റി ഡിപ്രസൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആൻറ്റി ഡിപ്രസൻറ്റ് ബ്ലോക്ക് ദ റീ അപ്ടേക്കേജ് ഓഫ് എൻഡോജീനസ് ന്യൂറോ ട്രാൻസ്മിറ്റർ നോർ എപ്പിനെഫ്രിൻ ആൻഡ് സെറോട്ടോണിൻ ലീഡ് ടു സീനസ് സ്റ്റിമുലേഷൻ ആൻഡ് മൂഡ് എലിവേഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെയാണ്, ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ദ റീ അപ്ടേക്ക് ആണ് കേട്ടോ, ബ്ലോക്ക് ദ റീ അപ്ടേക്ക് ഓഫ് എൻഡോജീനസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് CNS സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ആൻഡ് മൂഡ് എലിവേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസം എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. റീസെന്റ് റിസർച്ച് സജസ്റ്റ് ദാറ്റ് ആന്റിഡിപ്രസന്റ് എഫക്ട് ആൻഡ് ലിങ്ക് ടു സ്ലോ അഡാപ്റ്റീവ് ചേഞ്ചസ് ഇൻ നോർ എപ്പിനെഫ്രിൻ ആൻഡ് സെറോട്ടോണിൻ റിസപ്റ്റർ സിസ്റ്റം. അതായത് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ഈ നോർ എപ്പിനെഫ്രിനും സെറോട്ടോണിൻ റിസപ്റ്റർ സിസ്റ്റത്തിനൊക്കെ ഒരു അഡാപ്റ്റീവ് ചേഞ്ചസുകളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ നമുക്കത് ആവശ്യമില്ല, എൻ്റെ ആവശ്യം വരുന്നില്ല. ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് കോംപ്ലക്സ് ചേഞ്ച് ഇൻ പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് റിസപ്റ്റർ സൈറ്റ്, ഇൻക്രീസിംഗ് പോസ്റ്റ് സിനാപ്റ്റിക് റിസപ്റ്റർ സെൻസിറ്റിവിറ്റി ആൻഡ് ഡിക്രീസിംഗ് പ്രീ സിനാപ്റ്റിക് റിസപ്റ്റർ സെൻസിറ്റിവിറ്റി. അതായത് നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പം ഈ പ്രീ സിനാപ്റ്റിക്കിലും പോസ്റ്റ് സിനാപ്റ്റിക് റിസപ്റ്റേഴ്സിലും ഒക്കെ കോംപ്ലക്സ് ആയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് പോസ്റ്റ് സിനാപ്റ്റിക് റിസപ്റ്റർ സെൻസിറ്റിവിറ്റി കൂടുകയും ഡിക്രീസിങ് പ്രീ സിനാപ്റ്റിക് റിസപ്റ്റർ സെൻസിറ്റിവിറ്റി കുറയുകയും ചെയ്യുന്നുണ്ടെന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കൂ കേട്ടോ. ജസ്റ്റ് ആ ഒരു പോയിന്റ് പറഞ്ഞേ ഉള്ളൂ, ഒരു മെക്കാനിസം ആക്ഷനൊക്കെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സോ നമുക്കിനി ഡ്രഗ് നോക്കാം. റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് മാവോ എ. സോ ഫസ്റ്റ് വൺ ഈസ് മൊക്ലോബമൈഡ് ആണ്, സെലക്റ്റീവ് റിവേഴ്സിബിൾ MAO ഇൻഹിബിറ്റർ ആണ്. ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മെക്കാനിസം പഠിക്കും. ഇൻക്രീസസ് മോണോ അമൈൻ കോൺസെൻട്രേഷൻ, റിലീവിങ് ഡിപ്രസീവ് സിംറ്റം ആണ്. ഓക്കെ, മോണോ അമൈൻ കോൺസെൻട്രേഷനെ കുറയ്ക്കുന്നു, ഡിപ്രഷൻ സിംറ്റംസിനെ കുറയ്ക്കുന്നു. അഡേഴ്സ് എഫക്റ്റ് ഡിസ്നസ്, നൗസിയ, ഇൻസോംനിയ, ഹെഡേക്ക് ആണ് നോർമലി കാണുന്നതാണ് ആൻറ്റി ഡിപ്രസൻസിൽ. നെക്സ്റ്റ് വൺ ഈസ് ക്ലോർഗൈലൈൻ, ആൻറ്റി ഡിപ്രസൻ്റ് ഏജൻ്റ് ആണ്, MAO ഇൻഹിബിറ്റർ ആണ്, റിലേറ്റ് ടു
പെഗ്ലൈൻ. സോ പെഗ്ലൈൻ പോലെ തന്നെയാണ് ക്ലോർഗൈലിനും ഉള്ളത് കേട്ടോ. ഒരു സംശയം ഉണ്ടാവും എന്താണ് പർഗൈലൈൻ എന്ന്. പർഗൈലിൻ ഒരു MAO ഇൻഹിബിറ്റർ ആണ്, ലൈക്ക് യൂസ്ഡ് ഫോർ ഹൈപ്പോടെൻഷൻ ആണ് കേട്ടോ. അതൊരു പോയിന്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി മൈൻഡിൽ വെച്ചിരിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് ആണ്. സോ ഇമിപ്രാമിൻ ഉണ്ട്, അമിട്രിപ്റ്റിൻ ഉണ്ട്, ട്രൈമൈപ്രാമൈൻ ഉണ്ട്, ഡോക്സപ്പൈൻ ഉണ്ട്. സോ ഇമിപ്രാമിൻ എന്താണ്? പ്രോട്ടോടൈപ്പിക് TCA ഇൻഹിബിറ്റ് സെറോട്ടോണിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ റീഅപ്ടേക്ക്. രണ്ടെണ്ണമാണ് സെറോട്ടോണിൻ, നോർ എപ്പിനെഫ്രിൻ. അഡ്വേഴ്സ് എഫക്റ്റ് സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് അമിട്രിപ്റ്റിൻ ആണ്. ഡൈബെൻസോ സൈക്ലോഹെപ്റ്റീൻ ഡെറിവേറ്റീവ് TCA ആൻഡ് അനാൽജസിക്സ് ആണ്. മെറ്റബോളൈസ് ടു നോർട്രിപ്റ്റിലിൻ. സോ നോർട്രിപ്റ്റിലിൻ ആയിട്ടാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. ഇൻഹിബിറ്റ് ആരെയൊക്കെ? സെറോട്ടോണിനെയും നോർ എപ്പിനെഫ്രിൻ റീഅപ്ടേക്ക്. മിക്കവാറും എല്ലാം സെറോട്ടോണിനും നോർ എപ്പിനെഫ്രിൻ തന്നെയായിരിക്കും കേട്ടോ. സോ ഡിപ്രഷൻ, ക്രോണിക് പെയിൻ, ഇറിറ്റന്റ് ബവൽ സിംറ്റം, ഇത് മറന്നു പോകരുത്. ഇറിറ്റന്റ് ബവൽ സിംറ്റം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ട്രൈമിപ്രാമൈൻ ആണ്. TCA വിത്ത് ആൻറ്റി ഹിസ്റ്റമിനിക് ആൻഡ് സെഡേറ്റീവ് പ്രോപ്പർട്ടി. TCA മീൻസ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ആൻറ്റി ഹിസ്റ്റമിനിക് ആൻഡ് സെഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, മറന്നു പോകരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി ഹിസ്റ്റമിനിക് ആൻഡ് സെഡേറ്റീവ് പ്രോപ്പർട്ടി. ഡിക്രീസ് റീ അപ്ടേക്ക് ഓഫ് നോർ എപ്പിനെഫ്രിൻ ആൻഡ് സെറോട്ടോണിൻ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡോക്സിപ്പൈൻ ആണ്. എന്താണ്? ഡൈബെൻസോപൈൻ ഡെറിവേറ്റീവ്സ് TCA ആണ്. ബ്ലോക്ക് റീ അപ്ടേക്ക് ഓഫ് നോർ എപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ ആണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, പ്യൂറൈറ്റിസ് അസോസിയേറ്റ് വിത്ത് എക്സിമ. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഡ്രഗ്സ് ഒക്കെ പഠിച്ച് ആ പേരിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. സോ നെക്സ്റ്റ് ഡോത്തിപ്പിൻ ആണ്. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ വിത്ത് തയോ ഡെറിവേറ്റീവ് ഓഫ് അമിട്രിപ്റ്റിൻ. അമിട്രിപ്റ്റിലിൻ്റെ തയോ ഡെറിവേറ്റീവ് ആണ് കേട്ടോ. മെക്കാനിസം റീ അപ്ടേക്ക് ഓഫ് ബയോജനിക് അമൈൻസ് ആണ്. ഇവിടെ ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ഇൻഹിബിറ്റ് റീ അപ്ടേക്ക് ഓഫ് ബയോജനിക് അമൈൻസ്. ഡിപ്രഷൻ അനാൽജസിക് പ്രോപ്പർട്ടി ആണ്. നെക്സ്റ്റ് വൺ ഈസ് ക്ലോമിപ്രാമൈൻ ആണ്. ഡൈബെൻസാപ്പൈൻ ഡെറിവേറ്റീവ് TCA. സ്ട്രോങ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ. മറന്നു പോകരുത്, സ്ട്രോങ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്ട്രോങ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. അഡ്വേഴ്സ് എഫക്റ്റ് സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, ആൻറ്റി കോളിനർജിക് എഫക്റ്റ് ആണ്. ആൻറ്റി ഡിപ്രസൻ, ഒബസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിനൊക്കെ കൊടുക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡെസിപ്രാമൈൻ ആണ്. ഡിബെൻസാസപ്പൈൻ ഡെറിവേറ്റീവ് TCA. സെലക്റ്റീവ്ലി ബ്ലോക്ക് നോർ എപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ആണ് കേട്ടോ. ഡിപ്രഷൻ, ന്യൂറോപ്പതിക് പെയിൻ, അജിറ്റേഷൻ, ഇൻസോംനിയൊക്കെ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് നോർട്രിപ്റ്റിലിൻ ആണ്. ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഓഫ് അമിട്രിപ്റ്റിലിൻ. അമിട്രിപ്റ്റിലിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഇൻഹിബിറ്റ് സെറോട്ടോണിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ആണ്. യൂസ് ഡിപ്രഷൻ തന്നെ. സോ അമോക്സാപ്പൈൻ ആണ്. ഡൈബൻ സസിപ്പൈൻ ക്ലാസ് TCA. ഏതാണ്? ഡൈബെൻസോ സബ്സപ്പൈൻ ക്ലാസ് TCA ആണ്. ഡിക്രീസ് റീഅപ്ടേക്ക് ഓഫ് നോർ എപ്പിനെഫ്രിൻ ആൻഡ് സെറോട്ടോണിൻ. ഓക്കെ. സോ ഡിപ്രഷൻ, ആങ്സൈറ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. ഡോസ് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ നന്നായിരിക്കും. റെഫറൻസ് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് എറ്റിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ട്രസോഡോൺ ആണ്. സെറോട്ടിൻ അഗോണിസ്റ്റ് ആൻഡ് അഗോണിസ്റ്റുമാകാം, ആൻറ്റഗോണിസ്റ്റുമാകാം. വീക്ക്ലി ബ്ലോക്ക് ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ആണ്. ഡിപ്രഷൻ അസോസിയേറ്റ് വിത്ത് ഇൻസോംനിയ ആൻഡ് ആങ്സൈറ്റി കേട്ടോ. ഇൻസോംനിയ ഓർ ആങ്സൈറ്റി ആണ് കേട്ടോ. സോ ഈ ട്രസോസോൺ സെറോട്ടോണിൻ ആൻറ്റഗോണിസ്റ്റ് ഓർ അഗോണിസ്റ്റ് എന്ന് കണ്ടു. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡോസേജ് ആണ് കേട്ടോ. അതായത് ലോവർ ഡോസിലാണെങ്കിൽ 5HT ആൻറ്റഗോണിസ്റ്റും ഹയർ ഡോസിലാണെങ്കിൽ 5HT അഗോണിസ്റ്റും ആവും കേട്ടോ. സോ ഇത് ഡോസ് ഡിപ്പെൻഡ് ആണ്, മറന്നു പോകരുത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് മിയാൻസെറിൻ ആണ്. ടെട്രാസൈക്ലിക് കോമ്പൗണ്ട് വിത്ത് ആൻറ്റി ഡിപ്രസൻ എഫക്റ്റ് ആണ്. ബ്ലോക്ക് ആൽഫ അഡ്രിനർജിക്, ഹിസ്റ്റമിൻ ആൻഡ് സം സെറോട്ടോൺ റിസപ്റ്റേഴ്സ് ആണ് കേട്ടോ. സോ ബ്ലോക്ക് ആൽഫ അഡ്രിനർജിക്, ഹിസ്റ്റമൈൻ ആൻഡ് സം സെറോട്ടോൺ റിസപ്റ്റർ ആണ്. ആൻറ്റി ഡിപ്രസൻ, ആൻറ്റി ഹിസ്റ്റമിനിക് ആൻഡ് ഹിപ്നോസെഡേറ്റീവ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് മിർട്ടാസപ്പൈൻ ആണ്. നോർ അഡ്രിനർജിക് ആൻഡ് സ്പെസിഫിക് സെറോട്ടോണർജിക് ആൻറ്റി ഡിപ്രസൻ. ചില വാക്കൊന്നും പറഞ്ഞാൽ പോലും വരില്ല കേട്ടോ, അതിൽ കിട്ടുന്നില്ല. മെക്കാനിസം ആൻറ്റഗോണിസ്റ്റ് അറ്റ് സെൻട്രൽ പ്രീ സിനാപ്റ്റിക് ആൽഫ 2 റിസപ്റ്റർ. എന്താണ്? ആൻറ്റഗോണിസ്റ്റ് അറ്റ് സെൻട്രൽ
പ്രീ സിനാപ്റ്റിക് ആൽഫ 2 റിസപ്റ്റർ ആണ് കേട്ടോ. സോ യൂസ് ഡിപ്രഷൻ ഫ്യൂ അഡ്വേഴ്സ് എഫക്ട് ദാൻ TCS-നെക്കാളും കുറച്ച് അഡ്വേഴ്സ് എഫക്റ്റുകൾ ഇതിന് കാണിക്കാറുണ്ട്. സോ ഞാൻ കുറച്ച് ബ്രീഫ് ആക്കിയിട്ടാണ് കൊടുത്തുള്ള മെയിൻ പോയിന്റ്സ് മാത്രമേ എംഫസൈസ് ചെയ്യുന്നുള്ളൂ. ആ പോയിന്റ്സ് അതുപോലെ പഠിക്കുക. അപ്പോൾ അധികം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അധികം വർക്ക് ലോഡ് വരില്ല. ആ ഒരു കറക്റ്റ് പോയിന്റും ഓരോ ഡ്രഗിനെ പറ്റി എടുത്തെടുത്ത് പഠിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് വെൻ ലാഫക്സൈൻ ആണ്. സെറോട്ടോണിൻ നോർ എപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ് കേട്ടോ. സോ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ് യൂസ് വരുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഡുലോക്സെറ്റൈൻ ആണ്. സെലക്റ്റീവ് സെറോട്ടോണിൻ നോർ എപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെയിം തന്നെയാണ് കേട്ടോ. മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പത്തി പെയിൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. GPAT-നും ഒക്കെ ചോദിക്കുന്നതൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. സോ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, ഡയബറ്റിക് പെരിഫറലി ന്യൂറോപ്പത്തി കേട്ടോ. സോ നെക്സ്റ്റ് ഈസ് ടയനപ്റ്റൈൻ ആണ്. അഗോണിസ്റ്റ് ടു MU ടൈപ്പ് ഒപ്പിയോഡ് റിസപ്റ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് യൂസസ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ഇറിറ്റന്റ് ബവൽ സിൻഡ്രോം. സോ നെക്സ്റ്റ് ഈസ് അമിനപ്റ്റൈൻ ആണ്. സെലക്റ്റീവ് ഡോപ്പമിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്. ഫാസ്റ്റ് ആക്ടിങ് ആൻറ്റി ഡിപ്രസൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫാസ്റ്റ് ആക്ടിങ് ആൻറ്റി ഡിപ്രസൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം എന്താണ് അമിനപ്റ്റൈൻ. സോ നെക്സ്റ്റ് ഇസ് ബ്യൂപ്രോപിയോൺ ആണ്. അമിനോ കീറ്റോൺ ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ഡോപ്പമിൻ അപ്ടേക്ക് ബ്ലോക്കർ ആണ്. എന്നാൽ ഡോപ്പമിൻ അപ്ടേക്ക് ബ്ലോക്കർ ആണ്. അമിനോ കീറ്റോൺ ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. യൂസ് ഡിപ്രഷൻ തന്നെയാണ് കേട്ടോ. ഡോസ് പറഞ്ഞതുപോലെ ജസ്റ്റ് നോക്കി വെച്ച് നന്നായിരിക്കും, നിങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. ഓരോ ഡ്രഗും എടുത്തെടുത്ത് പറയുന്നുണ്ട്, അതുപോലെ അങ്ങ് പഠിച്ചാൽ മാത്രം മതിയാകും. സോ നെക്സ്റ്റ് ഡേ ആണ് ബൈ ദ ബൈ.